नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 81. കൃഷ്ണനും ബലരാമനും വൃന്ദാവനവാസികളെ കാണുന്നു. പേജ് നമ്പർ 795. വൈദിക സ്തുതികൾ മുഴുവൻ പരമപുരുഷനെ പ്രകീർത്തിക്കുന്നവയാണ്. ഭഗവാൻ കൃഷ്ണന്റെ പാദങ്ങൾ കഴുകിയ ജലമായതുകൊണ്ടാണു ഗംഗാജലം പവിത്രമായി കണക്കാക്കപ്പെടുന്നത്. വേദഗ്രന്ഥങ്ങളെല്ലാം ഭഗവാൻ കൃഷ്ണന്റെ അനുശാസനങ്ങൾ മാത്രമാണ്. വേദപഠനത്തിൻ്റെ ലക്ഷ്യം കൃഷ്ണനെ അറിയുക എന്നതാണ്. അതിനാൽ കൃഷ്ണന്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങളും സദാ പവിത്രമാണ്. കാലദേശങ്ങളുടെ സ്വാധീനം മൂലം ഈ ലോകത്തിൻ്റെ ഐശ്വര്യങ്ങളെല്ലാം മിക്കവാറും തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. എന്നാൽ കൃഷ്ണൻ ഈ ലോകത്ത് അവതരിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ പാദപദ്മങ്ങളുടെ സ്പർശം മൂലം മംഗളകരമായ ഗുണവിശേഷങ്ങളെല്ലാം വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്താൽ നമ്മുടെ ആശകളും അഭിലാഷങ്ങളുമെല്ലാം ക്രമേണ നിറവേറ്റപ്പെട്ടു വരികയാണ്. രാജരാജശ്രീ ഭോജരാജൻ വിവാഹം വഴിയും രക്തബന്ധം വഴിയും അങ്ങ് യദുവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായി അങ്ങേക്കു ഭഗവാൻ കൃഷ്ണനുമായി നിരന്തര സമ്പർക്കമുണ്ട്. ഏതു സമയത്തും അദ്ദേഹത്തെ ദർശിക്കാൻ അങ്ങേക്ക് വിഷമവുമില്ല. ഭഗവാൻ കൃഷ്ണൻ അങ്ങയോടൊപ്പം നടക്കുന്നു, സംസാരിക്കുന്നു, ഇരിക്കുന്നു, വിശ്രമിക്കുന്നു, ഉണ്ണുന്നു. നരകത്തിലേക്കുള്ള രാജകീയ പാതയിലേക്കു നയിക്കുന്നതെന്നു കരുതപ്പെടുന്ന ലൗകിക കാര്യങ്ങളിൽ സദാ വ്യാപൃതരാണ് യദുക്കൾ. എന്നാൽ സർവജ്ഞനും സർവവ്യാപിയും സർവശക്തനുമായ വിഷ്ണു വിഭാഗത്തിലെ പരമപുരുഷനായ ഭഗവാൻ കൃഷ്ണന്റെ സാന്നിധ്യം മൂലം നിങ്ങളെല്ലാം ഭൗതിക മാലിന്യങ്ങളിൽ നിന്നു മുക്തരായി മോക്ഷത്തിൻ്റെയും ബ്രഹ്മാസ്തിത്വത്തിൻ്റെയും അതീന്ദ്രിയമായ നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണു വാസ്തവം. സൂര്യഗ്രഹണം സംബന്ധിച്ച് കൃഷ്ണൻ കുരുക്ഷേത്രത്തിലുണ്ടായിരിക്കുമെന്നും അക്കാരണത്താൽ തന്നെ യദുക്കൾ മുഴുവൻ ഒപ്പമുണ്ടായിരിക്കുമെന്നും കേട്ട് നന്ദമഹാരാജാവിൻ്റെ നേതൃത്വത്തിൽ വൃന്ദാവനവാസികളും അങ്ങോട്ടു പോകാൻ തീരുമാനിച്ചു. മഹാരാജാ നന്ദൻ ഗോപന്മാരുമൊത്ത് അവർക്കാവശ്യമുള്ള സാധന സാമഗ്രികളെല്ലാം കാളവണ്ടിയിൽ കയറ്റി തങ്ങളുടെ പ്രിയ പുത്രന്മാരായ ഭഗവാൻ ബലരാമനെയും ഭഗവാൻ കൃഷ്ണനെയും കാണാൻ
കുരുക്ഷേത്രത്തിലെത്തി. വൃന്ദാവനത്തിലെ ഗോപന്മാർ കുരുക്ഷേത്രത്തിലെത്തിയപ്പോൾ യദുവംശത്തിലുള്ളവർ ഒന്നടങ്കം ആനന്ദമഗ്നരായി. വൃന്ദാവനവാസികളെ കണ്ടയുടനെ അവരെ സ്വാഗതം ചെയ്യാൻ യദുക്കൾ എഴുന്നേറ്റു നിന്നു. അപ്പോൾ അവർക്ക് വീണ്ടും ജീവൻ തിരിച്ചു കിട്ടിയ പോലെ തോന്നി. തമ്മിൽ കാണാൻ ഇരു കൂട്ടരും ആകാംക്ഷാഭരിതരായി മുന്നോട്ടു വന്നു. നേരിൽ കണ്ടപ്പോൾ അവർ തൃപ്തിയാകുവോളം പരസ്പരം പുണർന്നു. ഏറെ നേരം അവർ ആലിംഗനബദ്ധരായി നിലകൊണ്ടു. നന്ദമഹാരാജാവിനെ കണ്ട മാത്രയിൽ വസുദേവൻ ഓടിച്ചെന്ന് അദ്ദേഹത്തെ അത്യന്തം വാത്സല്യത്തോടെ കെട്ടിപ്പിടിച്ചു. വസുദേവർ തൻ്റെ ഭൂതകാല ചരിത്രം വിവരിക്കാൻ തുടങ്ങി. കംസൻ തന്നെ കാരാഗ്രഹത്തിൽ അടച്ചതും തൻ്റെ കുട്ടികളെ വധിച്ചതും പിറന്നു വീണയുടൻ കൃഷ്ണനെ നന്ദമഹാരാജാവിൻ്റെ ഗൃഹത്തിൽ എത്തിച്ചതും കൃഷ്ണനെയും ബലരാമനെയും നന്ദമഹാരാജാവും റാണി യശോദയും ചേർന്നു സ്വന്തം മക്കളെപ്പോലെ വളർത്തിക്കൊണ്ടുവന്നതും ഒക്കെ, അതുപോലെ ഭഗവാൻ ബലരാമനും കൃഷ്ണനും നന്ദമഹാരാജാവിനെയും യശോദയെയും ആശ്ലേഷിച്ച് അവരുടെ പാദപദ്മങ്ങളിൽ സാദര പ്രണാമങ്ങൾ അർപ്പിച്ചു. നന്ദനോടും യശോദയോടുമുള്ള പുത്രാനുരൂപമായ വാത്സല്യം നിമിത്തം ഭഗവാൻ കൃഷ്ണനും ബലരാമനും വീർമുട്ടിപ്പോയി. ഏതാനും നിമിഷത്തേക്ക് അവർക്ക് ഒന്നും മിണ്ടാനായില്ല. അവരെ മതിവരുവോളം മാറോടണച്ചു കെട്ടിപ്പിടിച്ചു. കൃഷ്ണനെയും ബലരാമനെയും വേർപിരിഞ്ഞ ശേഷം വളരെ കാലം നന്ദനും യശോദയും കൊടിയ ദുഃഖത്തിലാണ്ടിരുന്നു. ഇപ്പോൾ അവരെ കാണുകയും ആശ്ലേഷിക്കുകയും ചെയ്തപ്പോൾ കഷ്ടപ്പാടുകൾക്കെല്ലാം ആശ്വാസമുണ്ടായി. തുടർന്ന് കൃഷ്ണൻ്റെ അമ്മ ദേവകിയും ബലരാമൻ്റെ അമ്മ രോഹിണിയും യശോദ മാതാവിനെ ആശ്ലേഷിച്ചു. അവർ പറഞ്ഞു, പ്രിയപ്പെട്ട റാണി യശോദാദേവി, നിങ്ങളും നന്ദമഹാരാജാവും എന്നും ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിനു പകരമായി സ്വർഗാധിപനായ ദേവേന്ദ്രനുള്ള ഐശ്വര്യ സമൃദ്ധികൾക്കു തുല്യമായ ഐശ്വര്യം തരാൻ കഴിഞ്ഞാലും നിങ്ങളുടെ സൗഹൃദപൂർണമായ പ്രവൃത്തികൾക്കു മതിയായ പ്രത്യുപകാരമാവില്ല. ഞങ്ങൾ നിങ്ങളോട് അത്രയ്ക്കു കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളോട് കാണിച്ച സൗഹൃദം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. കൃഷ്ണനും ബലരാമനും ജനിച്ചപ്പോൾ യഥാർത്ഥ മാതാപിതാക്കളെ കാണുന്നതിനു മുമ്പു തന്നെ അവരെ നിങ്ങളുടെ സംരക്ഷണയിലാക്കി. നിങ്ങൾ അവരെ സ്വന്തം മക്കളെപ്പോലെ വളർത്തി. കൂട്ടിലെ പക്ഷിക്കുഞ്ഞുങ്ങളെ പക്ഷികൾ പരിരക്ഷിക്കുന്നതുപോലെ നിങ്ങൾ അവർക്കു നല്ല ഭക്ഷണം നൽകി പോഷിപ്പിച്ചു. അവരെ സ്നേഹിച്ചു. അവരുടെ നന്മയ്ക്കായി മതപരമായ അനേകം മംഗളകർമ്മങ്ങൾ ചെയ്തു. വാസ്തവത്തിൽ അവർ ഞങ്ങളുടെ പുത്രന്മാരല്ല, അവർ നിങ്ങളുടേതാണ്. ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും മാതാപിതാക്കൾ നിങ്ങളും നന്ദമഹാരാജാവുമാണ്. നിങ്ങളുടെ സംരക്ഷണയിലായിരുന്നപ്പോൾ അവർക്ക് ഒട്ടും വിഷമമുണ്ടായിരുന്നില്ല. ഒരു തരത്തിലുള്ള ഭീതിയും അവരെ ബാധിച്ചിരുന്നില്ല. അവർക്കു നിങ്ങൾ നൽകിയ വാത്സല്യം നിറഞ്ഞ ഈ സംരക്ഷണം നിങ്ങളുടെ സമുന്നതമായ നിലയ്ക്കു തികച്ചും യോജിച്ചതാണ്. കുലീന വ്യക്തികൾ സ്വന്തം പുത്രന്മാരെന്നും അന്യരുടെ പുത്രന്മാരെന്നുമുള്ള വിവേചനം ഒരിക്കലും കാണിക്കില്ല. നന്ദമഹാരാജാവിനേക്കാളും നിങ്ങളെക്കാളും കൂടുതൽ കുലീനരായ വ്യക്തികൾ ഉണ്ടാവുകയുമില്ല. വൃന്ദാവനത്തിലെ ഗോപിമാരുടെ കാര്യമാണെങ്കിൽ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ കൃഷ്ണനിൽ കവിഞ്ഞൊന്നും അവർക്കറിയില്ലായിരുന്നു. അവരെ സംബന്ധിച്ച് കൃഷ്ണനിൽ കവിഞ്ഞ് യാതൊന്നുമുണ്ടായിരുന്നില്ല. കൃഷ്ണനും ബലരാമനും അവരുടെ പ്രാണനും ആത്മാവുമായിരുന്നു. ഒരു നിമിഷ നേരത്തേക്ക് ഇമ ചിമ്മി കാഴ്ച തടസ്സപ്പെട്ടു
കൃഷ്ണനെ കാണാൻ പറ്റാതെ വരുന്നതുപോലും സഹിക്കാനാവാത്തത്ര സ്നേഹമായിരുന്നു അവർക്ക്. ഏറെക്കാലം കൃഷ്ണനെ വേർപിരിഞ്ഞിരുന്നതിനാൽ നന്ദമഹാരാജാവിനോടും യശോദാമാതാവിനോടുമൊത്തു വന്ന് കൃഷ്ണനെ വീണ്ടും കണ്ടപ്പോൾ അവർക്ക് തീവ്രമായ പരമാനന്ദം അനുഭവപ്പെട്ടു. കൃഷ്ണൻ കണ്ണിൽപ്പെട്ട മാത്രയിൽ തന്നെ അവർ കണ്ണുകളിലൂടെ അവനെ തങ്ങളുടെ ഹൃദയത്തിലാക്കി മതിവരുവോളം ആലിംഗനം ചെയ്തു. മാനസികമായി മാത്രമാണെങ്കിലും തത്കാലത്തേക്കു അവർ സ്വയം മറന്നു പോകത്തക്ക വിധം ആനന്ദവാന്മാരായിരുന്നു. കൃഷ്ണനെ മാനസികമായി പുണർന്നപ്പോഴുണ്ടായ ഈ പരമാനന്ദം പരമപുരുഷന്റെ ധ്യാനത്തിൽ സദാ നിരതരായിരിക്കുന്ന മഹായോഗികൾക്കു പോലും നേടാൻ അസാധ്യമാണ്. തന്നെ മനസ്സുകൊണ്ടു പുൽകിയ ഗോപിമാർ പരമാനന്ദത്തിൽ മുഴുകിയിരിക്കുകയാണെന്നു കൃഷ്ണനും മനസ്സിലായി. അതിനാൽ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന അദ്ദേഹം തിരിച്ച് അവരെയും മനസ്സുകൊണ്ടു ആലിംഗനം ചെയ്തു. ഹരേ കൃഷ്ണ.